ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറം കോട്ടക്കുന്നുമ്മലുള്ള നല്ല ഒരു പാർക്കാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മളെ കുട്ടികൾക്ക് ഇവിടെ വന്നാൽ ഇഷ്ടം പോലെ കാഴ്ചകൾ കാണാം. കോട്ടക്കുന്നുമ്മലാണ്, മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത്. ഒന്ന് കണ്ടു നോക്കി. ഇത് മിറാക്കിൾ ഗാർഡനാണ് കേട്ടോ. മിറാക്കിൾ ഗാർഡനാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഗാർഡനൊക്കെ നല്ല ഭംഗിയാട്ടോ. ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ നല്ല സൂപ്പറാണ്. ഇതിനുള്ളിൽ കയറാൻ ആകെ 50 രൂപയേ ഉള്ളൂ കേട്ടോ. ഇവിടെ രാവിലെ 9 മണിക്ക് കയറിയാൽ രാത്രി 10 മണി വരെയാണ് കേട്ടോ വിസിറ്റിംഗ് ടൈം. കയറാൻ വെറും 10 രൂപയേ ഉള്ളൂ. 5 വയസ്സിൻ്റെ മേലുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. 5 വയസ്സിൻ്റെ താഴെയുള്ളവർക്കില്ല കേട്ടോ. 10 രൂപ മാത്രമേ ഉള്ളൂ. നല്ലൊരു നോക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലമാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. 10 റുപ്യ കൊടുത്ത് കാണാൻ നമുക്ക് മൊത്തത്തിൽ കാണാം. പക്ഷേ ഈ മിറാക്കിൾ ഗാർഡനിക്ക് കയറണമെങ്കിൽ 50 രൂപയാണ് കേട്ടോ. ഇതൊരു കാണേണ്ട കാഴ്ചയാണെങ്കിൽ ഒരു മിറാക്കിൾ ഗാർഡൻ മാത്രമാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ നല്ലൊരു മരുഭൂമി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതിലേക്ക് കയറാൻ ചാർജൊന്നും കൊടുക്കണ്ട കേട്ടോ. നല്ലൊരു മരുഭൂമി കാണാൻ നല്ലൊരു കാഴ്ച തന്നെയാണത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. ഒരു കിടക്കുന്ന ഒട്ടകമുണ്ട്, ഒരു നിൽക്കുന്ന ഒട്ടകമുണ്ട്. അവിടെ ഇരുന്നൊക്കെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാം. നല്ലൊരു മരുഭൂമി കേട്ടോ. ഈന്തപ്പനകളൊക്കെ നിറഞ്ഞ നല്ലൊരു മരുഭൂമി. ഇരിക്കാനും കണ്ടോ ചെറുതായിട്ടൊരു വീട്. നല്ല ഭംഗിയാട്ടോ. അവിടേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സൂപ്പറാണ്. ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഞാൻ ഈ ഒരു മിറാക്കിൾ ഗാർഡൻ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഒരുപാട് റൈഡുകളും കാര്യങ്ങളും പുതിയതായിട്ട് വന്ന പല സംഗതികളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ. നല്ല കാഴ്ചയാണ് കേട്ടോ. നല്ല കൗതുകം നിറഞ്ഞ ഇതാണ്. അപ്പോൾ മലപ്പുറത്ത് വരുന്നവർ ഈ കോട്ടക്കുന്നുമ്മൽ ഒന്ന് വിസിറ്റ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. ഈ ഒരു ചെടി നോക്കുകയാണ് വെരിഗേറ്റഡ്. ഇതിൻ്റെ വെറും പച്ച കളർ മാത്രമുള്ളത് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അത് ഇത്ര ഭംഗിയുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഇവിടെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. വലിയൊരു ചട്ടിയിൽ വെച്ച് കൊടുത്തതുകൊണ്ട് മനോഹരമായ ഗാർഡനാണ്. ഇവിടുത്തെ ഹൈലൈറ്റ് ഈ മനോഹരമായ ഗാർഡൻ തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേറെ ഹൈലൈറ്റ് ഉണ്ട്. ഇത് മുഴുവൻ കാണുമ്പോഴാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഈ ഒരു മിറാക്കിൾ ഗാർഡൻ്റെ എല്ലാ മുക്കും മൂലും ഞാൻ നിങ്ങൾക്ക് അരിച്ച് പെറുക്കി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടോളി. അതുപോലെ തന്നെ ഇവിടെ ഈ മലപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്തിൻ്റെ കുന്നുമ്മല എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഈ കോട്ടക്കുന്ന് കേട്ടോ. മലപ്പുറത്തിൻ്റെ ഹൃദയ ഭാഗത്ത് ഒന്ന് കയറി കണ്ടോളിയെ. അതിൻ്റെ മുകളിലേക്ക് കയറാൻ ആകെ 10 രൂപയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ നമുക്ക് നല്ല കാറ്റും കൊണ്ടിരിക്കാം. അതിന് ഇഷ്ടം പോലെ കുട്ടികൾക്ക് ഓടി നടന്ന് കളിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. ഈ ഒരു മിറാക്കിൾ ഗാർഡനിൽ കയറാനാണ് 50 രൂപ. ഇവിടുത്തെ ഒരു പ്രധാന ഇതാണ് കേട്ടോ ഭംഗി. ഒരു കാളവണ്ടി ഒന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻഭാഗത്ത് ഇങ്ങനെ കാണുമ്പോൾ ഞാനൊന്ന് പോയി തൊട്ട് നോക്കി. ഒറിജിനലാ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ആ കാളവണ്ടി, ആ കാളകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്തൊരു ഭംഗിയാണ് ആ കാളകളെ കാണാനറിയാം. പഴയ കാലത്ത്
കാളവണ്ടി ഉണ്ടായിരുന്നല്ലോ, നമ്മളെ മലപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. കാളവണ്ടി സാധനങ്ങൾ കൊണ്ടുപോകാൻ കാളവണ്ടി ആയിരുന്നു. അങ്ങനെ ഒരു കാളവണ്ടി. പിന്നെ റേഷൻ കട നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മളെ പഴയ ഞങ്ങളെ മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന അങ്ങനത്തെ വീടുകൾ കണ്ടൊക്കെ. ഈ ഒരു അരവാതിലും കിളിവാതിൽ എന്നൊക്കെ പറയുന്ന കിളിവാതിലൊക്കെ വെച്ചൊരു വീട്, ഒരു ചായക്കട, വായനശാല, ഗ്രന്ഥശാല എന്നാണ് കൊടുത്തേക്കണത് കേട്ടോ, ഗ്രന്ഥശാല, റേഷൻ കട. പിന്നെ പഴയ കണ്ടൊക്കെ റേഷൻ കട നേരെയുള്ള കട ഉണ്ടാവുമല്ലോ, പഴയ വീടും അതിൻ്റെ മുൻഭാഗത്ത് നിറച്ച് പീഡിയ റൂമുകളും ഉണ്ടാവുമല്ലോ നേരെയുള്ള അതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. നല്ലൊരു വീട് പോലത്തെ നല്ല പഴയ കാലത്തെ മണ്ണുകൊണ്ടൊക്കെ ചുമര് തേച്ച് മിനുക്കി, ചോന്ത മണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ തേച്ച് മിനുക്കുന്ന ഒരു വീട്, കിണർ, മുറ്റത്തെ ഒരു കിണർ. ഇതൊക്കെ കാണാൻ തന്നെ ഒരു കൗതുകമാണ് കേട്ടോ. ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക്, പുതിയ തലമുറകൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. പഴയ കാലത്തുള്ള ഈ വീടും ഈ മുറ്റത്തെ കിണറും റേഷൻ കടയും നേരെയുള്ള പിന്നെ പീഡിയ റൂമുകളും പഴയ വീടും അതൊക്കെ കേട്ടോ. നല്ല ഭംഗി തന്നെയാണ് കാണാൻ. അത് കഴിഞ്ഞ അവിടെ ഇങ്ങനെ ഗാർഡൻ തന്നെയാണ്, ഫുള്ളും ഗാർഡനാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു നാട്ടുംപുറം തന്നെ പറയാം. നാട്ടുംപുറം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഒരു മരത്തണലിൽ ചായ കുടിക്കുക, അതൊക്കെ കാണുന്നുണ്ടില്ല. ആ മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് അവർ ചായ കുടിക്കണു. 2 പേര്, ഒരു ബഷീറും മുഹമ്മദോ, ബഷീറും പിന്നെ എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാം. അവരൊക്കെ ചായ കുടിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. പേപ്പറൊക്കെ കയ്യിൽ വെച്ച് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു പഴയ കാലത്തേക്ക് നമ്മളൊന്ന് കൊണ്ടുപോകും. ഇത് പള്ളി, സ്കൂളോ മദ്രസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ഒരു കൊടക്കല്ലുണ്ട്, ഒക്കെ കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. നമുക്കൊരു 50 രൂപ കൊടുത്താലും നമ്മളെ കുട്ടികൾക്ക് ഇത് കാണാൻ തന്നെ ഉണ്ട്. ഈ കൊടക്കല്ല് എന്താണെന്നൊക്കെ ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. പഴയ വീട്, പഴയ കട, നിരവാതിലുള്ള നമുക്ക് ഇപ്പോൾ ഷട്ടർ പൊന്തിക്കല്ലേ വീടിയൊക്കെ, അപ്പോൾ നിരയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമല്ലോ. നല്ല ഭംഗിയുള്ള ഗാർഡൻ. ഇത് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയില്ലേ, ഫോട്ടോ ഒക്കെ എടുക്കാം. പഴയൊരു വീടിലെ കൂരി വീട്. അതുപോലെ ഒരു മരമനുഷ്യൻ നോക്കുകയാണെങ്കിൽ അതും കാണാൻ നല്ല ഭംഗിയില്ലേ. മരം കൊണ്ടൊരു മനുഷ്യൻ കോൺക്രീറ്റിൽ ഉണ്ടാക്കി വെച്ചേക്കണു മരമനുഷ്യന്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു റോസ് ഗാർഡൻ ഉണ്ട് കേട്ടോ. ഇത് ഗാർലിക് വൈൻ പറഞ്ഞ പൂവാണ് കേട്ടോ. മരത്തിലൊക്കെ കയറ്റിയിട്ട് പൂവ് നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്. അവിടെ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നോക്കുകയാണെങ്കിൽ റോസിൻ്റെ ഒരു ഗാർഡന്, നല്ല നമ്മളെ നാടൻ റോസ് കേട്ടോ. ഗാർലിക് വൈന് പൂത്തിക്കുന്നുണ്ടോ, അത് നിറയെ അവിടെ പൂത്തിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ. അതിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിസ്മയ ഓർക്കിഡിലുണ്ട് കേട്ടോ, അതാരും മറക്കണ്ട. ഇവിടെ ഒരു മാവേലിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ. എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു ഇങ്ങോട്ട് കയറിയപ്പോൾ. അപ്പോൾ ഞാൻ വീഡിയോ മാത്രം എടുത്തിട്ട് പോകുന്നതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആളില്ലാത്ത നേരം ഉള്ള സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ എടുത്തതാണ്. ഇവിടെ ഒരു കുരങ്ങ് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ മൊബൈലും പിടിച്ചെടുക്കാൻ.
കുട്ടികൾക്കൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താലേ നല്ല ഭംഗി തന്നെ കരട്ടോ നമ്മൾ കണ്ടില്ലേ. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ ഇവിടെ ഒരു ആനയുണ്ട്. വലിയ കൊമ്പുള്ള നല്ലൊരു ആന അല്ലേ. ആളുകളൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള റൈഡുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. പലതും കാണാണ്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മിറാക്കിൾ ഗാർഡൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ഒന്ന് മലപ്പുറം കോട്ടക്കുന്നുമലൊന്ന് കയറിക്കോളി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കോട്ടക്കുന്നുമ പോണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.